പകൽ വെളിച്ചം പതുക്കെ മങ്ങാൻ തുടങ്ങിയിരുന്നു. വലിയ കോവിലകത്തിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ പാടത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു മാധവൻ നായർ. എന്നും വൈകുന്നേരം അദ്ദേഹം അവിടെ ഇരിക്കാറുണ്ട്. ആ ഇരിപ്പിൽ ഒരു പഴയ കാരണവരുടെ ഗംഭീര്യമുണ്ട്. മുറ്റത്ത് തുളസിത്തറയ്ക്കും അപ്പുറത്ത് തോട്ടത്തിൽ ജോലിക്കാർ പണി കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. പണിക്കാരോട് കുശലം ചോദിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും മാധവൻ നായർ അവിടെ ഒരു തണലായി നിൽക്കും. അപ്പോഴാണ് മുറ്റത്തേക്ക് കാശിനാഥന്റെ കാർ കയറി വന്നത്. ആധുനികമായ ആ വലിയ കാർ ആ പഴയ തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നപ്പോൾ എന്തോ ഒരു മാറ്റം അവിടെ പ്രകടമായിരുന്നു. കാശി കാറിൽ നിന്നിറങ്ങി കോട്ടും ടൈയും ഒക്കെ അയച്ചു. ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞു വന്ന ക്ഷീണം അവന്റെ മുഖത്തുണ്ട്. കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗുമായി അവൻ ഉമ്മറത്തേക്ക് കയറി. കാശി, അച്ഛന്റെ വിളി കേട്ട് അവൻ ഒന്ന് നിന്നു. സാധാരണ അച്ഛൻ താൻ വരുന്നത് കണ്ടാൽ തലയൊന്നാട്ടുകയോ അല്ലെങ്കിൽ വന്നോ എന്ന് ചോദിക്കുകയോ ആണ് പതിവ്. പക്ഷേ ഇന്നത്തെ ആ വിളിക്കൊരു പ്രത്യേക ഗൗരവമുണ്ടായിരുന്നു. കാശി പതുക്കെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു. എന്താ അച്ഛാ? മാധവൻ നായർ അപ്പോൾ പതുക്കെ കണ്ണട ഊരി കയ്യിൽ പിടിച്ചു. ശേഷം അദ്ദേഹം മകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ ഇന്ന് നേരത്തെ വന്നത് നന്നായി. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നീ ഇവിടെ ഇരുന്ന് ഈ ചായ ഒന്ന് കുടിക്കി. അടുത്തുണ്ടായിരുന്ന മേശപ്പുറത്തിരുന്ന ചൂട് ചായ കാശി അപ്പോൾ കയ്യിലെടുത്തു. അവൻ എന്തോ ഒരു പന്തികേട് തോന്നി തുടങ്ങിയിരുന്നു. സാധാരണ ഇങ്ങനെ ഒരു മുഖവുരയോടെ അച്ഛൻ സംസാരിക്കാറില്ല. എന്താ അച്ഛാ ഇത്ര ഗൗരവം? ഓഫീസിൽ വല്ല പ്രശ്നവുമുണ്ടോ? അവൻ പതുക്കെ ചോദിച്ചു. ഓഫീസിലെ പ്രശ്നമല്ല കാശി, ഇത് നിന്റെ ജീവിതത്തിലെ കാര്യമാണ്. അച്ഛന്റെ സ്വരം താഴ്ന്നതെങ്കിലും അതിലൊരു ഉറപ്പുണ്ടായിരുന്നു. നിന്റെ കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നീ ഒരുപാട് ആലോചനകൾ പോയി കണ്ടു, ഒന്നും നിനക്ക് പിടിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാളെ ഉറപ്പിച്ചു. നീ എതിര് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. കാശി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ ഉറപ്പിച്ചോ? ആരാണത്? സിറ്റിയിലെ ഏത് വലിയ ഗ്രൂപ്പിലെ ആളുടെ മകളാണ്? മേനോനങ്കിളിന്റെ മോളാണോ? മാധവൻ നായർ അപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു. അല്ല, നമ്മുടെ ഇവിടെ വർഷങ്ങളായി കൂടെയുള്ള ദാസന്റെ മകൾ ഭദ്ര. അവളെ നിനക്കറിയാമല്ലോ, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. കാശിയുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് അറിയാതെ ഒന്ന് വിറച്ചു. അവൻ അവിശ്വസനീയതയോടെ അച്ഛനെ നോക്കി. അച്ഛൻ തമാശ പറയുകയാണോ? ആരാണെന്ന്? ആ ദാസേട്ടന്റെ മോളയോ? നമ്മുടെ വീട്ടുപണിയും തോട്ടത്തിലെ പണിയും നോക്കുന്ന ആ കാര്യസ്ഥന്റെ മോളയോ? കാശി, ദാസൻ എനിക്ക് വെറുമൊരു കാര്യസ്ഥനല്ല, എന്റെ അനുജനെ പോലെയാണ് അവൻ. അവന്റെ കുടുംബം നന്മയുള്ളതാണ്. ആ കുട്ടി ഈ വീട്ടിൽ വന്നാൽ മറ്റേതൊരു പെൺകുട്ടി വരുന്നതിനേക്കാളും എന്റെ മനസ്സിന് സമാധാനം കിട്ടും. കാശി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ ഉള്ളിൽ ദേഷ്യം പതഞ്ഞു പൊന്തി. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛന് വട്ടായതാണോ? അച്ഛന്റെ പഴയ തറവാടിത്തവും നന്മയും കാണിക്കാൻ എന്റെ ജീവിതമാണോ കിട്ടിയത്? ഞാൻ ആരാണെന്ന് അച്ഛന് വല്ല ബോധവുമുണ്ടോ? സിറ്റിയിൽ എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ, എന്റെ ബിസിനസ് സർക്കിളിൽ ഞാൻ ആരെയാണ് കൂടെ കൊണ്ട് നടക്കേണ്ടത്? ഒരു കാര്യസ്ഥന്റെ മോളയോ? മാധവൻ നായരും അപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സ്റ്റാറ്റസും പണവും നോക്കിയല്ല ഞാൻ പെണ്ണിനെ കണ്ടുപിടിക്കുന്നത്. നിനക്ക് ചേരുന്ന ഒരു നല്ല കുട്ടിയാണ് അവൾ. എനിക്ക് ചേരുന്നതോ? കാശി ഉച്ചത്തിൽ ചിരിച്ചു. നാട്ടുകാരെന്ത് പറയും അച്ഛാ? മാധവൻ നായരുടെ മോൻ അവസാനം പെണ്ണ് കിട്ടാതെ കാര്യസ്ഥന്റെ മോളെ കെട്ടിയെന്ന് കേൾക്കുമ്പോൾ അച്ഛൻ അഭിമാനമായിരിക്കും. പക്ഷേ എനിക്കതൊരു നാണക്കേടാണ്. എന്റെ സ്റ്റാറ്റസിന് ചേരാത്തൊരു പെണ്ണിനെ ഈ തറവാടിന്റെ മരുമകളാക്കാൻ എനിക്ക് കഴിയില്ല. കാശി ഉറപ്പിച്ചു പറഞ്ഞു. നിന്റെ ഈ അഹങ്കാരത്തിന് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതെന്റെ തീരുമാനമാണ്. ഈ കല്യാണം നടക്കും. ഇതെന്റെ വാക്കാണ്. കാശി അപ്പോൾ തന്റെ ലാപ്ടോപ്പ് ബാഗ് വലിച്ചെടുത്തു. ഒരിക്കലുമില്ല. അച്ഛന്റെ ഈ വാശിക്ക് എന്റെ ജീവിതം ഞാൻ വിട്ടുതരില്ല. അച്ഛൻ വേണമെങ്കിൽ ദാസേട്ടന് വേറെ സഹായം ചെയ്തു കൊടുക്ക്. അല്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചേക്കേണ്ട. എനിക്ക് അവളെ ഇഷ്ടമല്ല. ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കില്ല. അവൻ ദേഷ്യത്തോടെ പടികൾ കയറി മുകളിലേക്ക് പോയി. അവന്റെ മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. മാധവൻ നായർ അവിടെ തന്നെ നിന്നു. ദൂരെയുള്ള മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ പൂർണ്ണമായും മറഞ്ഞു പോയിരുന്നു. ഇരുട്ട് പടരുന്ന ആ ഉമ്മറത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നു. മുകളിൽ മുറിയിലെത്തിയ കാശി ദേഷ്യമടക്കാനാവാതെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവൻ ലാപ്ടോപ്പ് ബാഗ് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. മുറിയിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ ഉള്ളിലെ ചൂട് മാറുന്നുണ്ടായിരുന്നില്ല. എന്താ അച്ഛൻ വിചാരിച്ചത്? എന്റെ ജീവിതം വെച്ച് കളിക്കാമെന്നോ? എനിക്ക് ഒരു വിലയുമില്ലേ ഈ വീട്ടിൽ? അവൻ തന്നെത്താൻ പെറുപെറുത്തു. അവൻ ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി. തറവാട്ടുമുറ്റം ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നു. ദൂരെ പണിക്കാരുടെ പാടികളിൽ വെളിച്ചം കത്തുന്നുണ്ട്. അവിടെ ആയിരിക്കും ദാസേട്ടന്റെ വീടും. ആ കൊച്ചു വീട്ടിൽ വളർന്ന ഭദ്രയെയാണോ ഈ വലിയ മുറിയിലേക്ക് അച്ഛൻ കൊണ്ടുവരാൻ പോകുന്നത്? ഓർക്കുമ്പോൾ തന്നെ അവൻ അറപ്പും ദേഷ്യവുമാണ് തോന്നിയത്. തന്റെ സ്റ്റാറ്റസിന് ഒട്ടും ചേരാത്തൊരു പെൺകുട്ടി ആ തറവാടിന്റെ മരുമകളാകുന്നതിനെ അവൻ അംഗീകരിക്കാനായില്ല. അവൻ പതുക്കെ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി. താഴെ അച്ഛൻ ആരോടോ സംസാരിക്കുന്നത് കേൾക്കാം. അവൻ പടികൾ പകുതി ഇറങ്ങി നിന്ന് അത് ശ്രദ്ധിച്ചു. മാധവൻ നായർ അപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. അതെ ദാസ, നീ പേടിക്കണ്ട. ഞാൻ കാശിയോട് സംസാരിച്ചു. അവൻ ആദ്യം ഒന്ന് എതിർത്തൊക്കെ പറയും. അത് നിനക്കറിയാമല്ലോ അവന്റെ സ്വഭാവം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 10-ന് തന്നെ കല്യാണം നടക്കും. നീ ഒന്നിനും വിഷമിക്കണ്ട. ഭദ്ര എന്റെ മോളെ പോലെയാണ് ഈ വീട്ടിൽ വരുന്നത്.
അവളുടെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം. നീ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ഫോൺ വെച്ച ശേഷം അച്ഛൻ ദാസേട്ടന്റെ കയ്യിൽ കൊടുക്കാൻ കുറച്ച് പണം മാറ്റിവെക്കുന്നത് കാശി കണ്ടു. അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. അച്ഛൻ തന്നെ ഒട്ടും പരിഗണിക്കുന്നില്ല. തന്റെ സമ്മതം പോലുമില്ലാതെ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ അല്ലേ എന്റെ വില? അവൻ പല്ലുകൾ ഞെരിച്ചു. അവൻ വേഗം താഴേക്കിറങ്ങാതെ തിരികെ മുറിയിൽ കയറി കാറിന്റെ കീ എടുത്തു. ആരോടും ഒന്നും പറയാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പാഞ്ഞു. സ്വത്തുക്കളെല്ലാം അച്ഛന്റെ പേരിലാണ്. അച്ഛനെ ധിക്കരിക്കാനും വയ്യ. അവൻ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു. നഗരത്തിലെ ഒരു മദ്യഷോപ്പിന് മുന്നിൽ അവൻ കാർ നിർത്തി. സാധാരണ അവൻ വല്ലപ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ മാത്രമേ മദ്യപിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് അവന് ബോധം മറയുന്നത് വരെ കുടിക്കണമായിരുന്നു. അവൻ ഒരു ഫുൾ കുപ്പി വില കൂടിയ മദ്യം വാങ്ങി കാറിൽ വെച്ചു. തിരികെ തറവാട്ടിലെത്തിയപ്പോൾ വീട് നിശബ്ദമായിരുന്നു. അച്ഛൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാകാം. കാശി ആ കുപ്പിയുമായി തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഒരു ഗ്ലാസ് പോലും എടുക്കാതെ അവൻ ആ കുപ്പി തുറന്നു. ആദ്യത്തെ ഇറക്ക് തൊണ്ടയിൽ കത്തുന്നത് പോലെ തോന്നി. അവൻ ചുമച്ചു. എങ്കിലും അവൻ നിർത്താതെ കുടിച്ചു. ഓരോ ഇറക്കിനും അവൻ ദാസേട്ടന്റെ മുഖവും ഭദ്രയുടെ മുഖവും ഓർത്തുകൊണ്ടിരുന്നു. എടി, നിനക്ക് ഈ വീട്ടിലെ മരുമകളാകണമല്ലേ? എന്റെ ജീവിതം തകർത്ത് ഈ സമ്പത്ത് അനുഭവിക്കണമല്ലേ? കാണിച്ചു തരാം ഞാൻ. അവൻ ലഹരിയിൽ ആക്രോശിച്ചു. കുപ്പിയിലെ പകുതിയിലധികം മദ്യം അവൻ കുടിച്ചു തീർത്തു. തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണുകൾക്ക് മുന്നിൽ കാഴ്ചകൾ മങ്ങുന്നു. അവൻ കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. ലഹരിയുടെ അമിതഭാരത്താൽ അവന്റെ ബോധം മറഞ്ഞു. പക്ഷേ ആ ഉറക്കത്തിലും അവന്റെ മനസ്സ് അച്ഛനോടുള്ള വാശിയിലും ഭദ്രയോടുള്ള വെറുപ്പിലും നീറുകയായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. കാശി വാശിയിലായിരുന്നെങ്കിലും അവൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. അച്ഛന്റെ വാശിക്കും തറവാടിന്റെ അന്തസ്സിനു മുന്നിൽ അവൻ ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു. തറവാട്ടുമുറ്റത്ത് പന്തലുയർന്നു. ആളുകൾ കൂടി. പക്ഷേ കാശിയുടെ ഉള്ളിൽ ഒരു ശവപ്പറമ്പിലെ നിശബ്ദതയായിരുന്നു. ഓരോ ചടങ്ങിലും അവൻ ഒരു യന്ത്രത്തെ പോലെ പങ്കെടുത്തു. താലി കെട്ടാൻ മന്ത്രങ്ങൾ ചൊല്ലിക്കേട്ടപ്പോൾ അവന്റെ കൈകൾ വിറച്ചു. ദേഷ്യം കൊണ്ടുള്ള വിറയലായിരുന്നു അത്. ഭദ്രയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൻ തയ്യാറായില്ല. അഗ്നിസാക്ഷിയായ അവളെ സ്വന്തമാക്കുമ്പോഴും അവന്റെ ഉള്ളിൽ വെറുപ്പിന്റെ കനലെരിയുകയായിരുന്നു. ഇവിടെ അച്ഛൻ ജയിച്ചു, പക്ഷേ ഞാൻ തോൽക്കില്ല എന്ന് അവൻ മനസ്സിൽ മന്ത്രിച്ചു. വിവാഹശേഷം വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് നിലവിളക്കുമായി നിൽക്കുന്ന വല്യമ്മക്കരികിൽ ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോഴും കാശിക്ക് പുച്ഛമാണ് തോന്നിയത്. അച്ഛൻ അവളെ എത്രയോ കരുതലോടെയാണ് വരവേറ്റത്. പട്ടുസാരിയിലും സ്വർണ്ണാഭരണങ്ങളിലും അവൾ സുന്ദരിയായിരുന്നു, ഒരു രാജകുമാരിയെ പോലെ. പക്ഷേ കാശിയുടെ കണ്ണിൽ അവൾ വെറും ഒരു കാര്യസ്ഥന്റെ മകൾ മാത്രമായിരുന്നു. അവന്റെ സ്റ്റാറ്റസിനൊട്ടും ചേരാത്തൊരു ബാധ്യത. രാത്രിയായി. ആ വലിയ തറവാട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാശി തന്റെ മുറിയിലെ ജനാലയ്ക്കൽ നിൽക്കുകയായിരുന്നു. പുറത്ത് ഇരുട്ട് പടർന്നു കിടക്കുന്നു. എവിടെയോ ഒരു മൂങ്ങ കരയുന്ന ശബ്ദം കേൾക്കാം. മുറിക്കുള്ളിൽ മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ കാശിക്കത് ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. പാദസരത്തിന്റെ നേർത്ത ശബ്ദം മുറിയിൽ മുഴങ്ങി. ഭദ്ര അകത്തേക്ക് വന്നത് അവൻ അറിഞ്ഞു. അവൾ ഓരോ ചുവടും വെക്കുന്നത് വളരെ പതുക്കെയായിരുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പാലിൻ ഗ്ലാസ് ടീപ്പോയിൽ വെക്കുമ്പോൾ ആ ചില്ലുപാത്രം ടീപ്പോയിൽ തട്ടി മെല്ലെ ഒന്ന് ശബ്ദിച്ചു. അവൾ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. ഏട്ടാ, അവൾ വിളിച്ചു. ആ ശബ്ദം പുറത്തേക്ക് വന്നത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു. ഭയവും സങ്കടവും ആ ശബ്ദത്തിൽ കുഴഞ്ഞു മറഞ്ഞു നിന്നു. കാശി പെട്ടെന്ന് തിരിഞ്ഞു. അവന്റെ കണ്ണുകളിലെ കോപം കണ്ടപ്പോൾ ഭദ്ര ഒന്ന് പിന്നിലേക്ക് മാറിപ്പോയി. അവന്റെ നോട്ടം ഒരമ്പ് പോലെ അവളിൽ തറച്ചു. ആ പേര് നിന്റെ നാവുകൊണ്ട് വിളിക്കരുത്. കാശി അലറി. അവൾ ഞെട്ടിപ്പോയി. കണ്ണുകൾ വിടർത്തി അവനെ നോക്കി നിന്നു. നീ കേട്ടത് ശരിയാണ്. അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം നടന്നൊരു നാടകമാണ് ഇന്ന് പകൽ നീ കണ്ടത്. അച്ഛനെ പേടിച്ച് ഞാൻ ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടി. പക്ഷേ എന്ന് കരുതി നീ എന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട. ഭദ്രയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി. ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഏട്ടന്റെ ഇഷ്ടത്തോടെ അല്ലേ അപ്പോ? ഞാൻ അറിഞ്ഞതല്ല ഇതൊന്നും ഏട്ടാ. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അറിയാതെയാണോ? കാശി പുച്ഛത്തോടെ ചിരിച്ചു. അതോ എന്റെ അച്ഛന്റെ ഈ സ്വത്തും പണവും കണ്ടപ്പോൾ നിനക്കും നിന്റെ അച്ഛനും മോഹം തോന്നിയതാണോ? ഒരു കാര്യസ്ഥന്റെ മോൾക്ക് ഇതിലും വലിയൊരു ഭാഗ്യം വേറെ എന്ത് കിട്ടാനാണ്? പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിനക്കറിയില്ല. സിറ്റിയിലെ എന്റെ ബിസിനസ് സർക്കിളിലും സുഹൃത്തുക്കൾക്കിടയിലും നിന്നെപ്പോലൊരു പെണ്ണിനെ എന്റെ കൂടെ നിർത്താൻ പോലും എനിക്ക് നാണക്കേടാണ്. വെറും ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഈ വീട്ടിൽ നിനക്കുള്ളൂ. കാശിയുടെ ഓരോ വാക്കുകളും വാളുകളെ പോലെ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. അവൾ ഒന്നും മിണ്ടിയില്ല. തേങ്ങലുകൾ അടക്കാൻ അവൾ പാടുപെട്ടു. തറയിലേക്ക് നോക്കി അവൾ നിശ്ചലയായി നിന്നു. കാശി കട്ടിലിലേക്ക് വിരൽ ചൂണ്ടി. ഇതാ നോക്ക്, ഈ കട്ടിലിൽ നീ കിടന്നോ. എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ല. നിന്റെ നിഴൽ പോലും എന്റെ മേൽ പതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അവൻ വേഗത്തിൽ അലമാര തുറന്ന് ഒരു പുതപ്പും തലയണയും എടുത്തു. പുറം ലോകത്തിനു മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും.
അച്ഛനെ സമാധാനിപ്പിക്കാൻ ഞാൻ അങ്ങനെ അഭിനയിക്കും. പക്ഷേ ഈ മുറിക്കുള്ളിൽ നീ എനിക്ക് ആരുമല്ല. എനിക്ക് മുന്നിൽ വരാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോ. അവൻ ദേഷ്യത്തോടെ സോഫയിലേക്ക് പോയി കിടന്നു. വലിയ ശബ്ദത്തോടെ മുറിയിലെ ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. മുറിയിൽ പെട്ടെന്ന് ഇരുട്ട് പടർന്നു. ആ ഇരുട്ടിലും ഭദ്ര അവിടെ തന്നെ നിന്നു. അവളുടെ സ്വപ്നങ്ങളിലെ പ്രണയമായിരുന്നില്ല അത്. താൻ സ്നേഹിക്കപ്പെടുമെന്നും ഒരു നല്ല ജീവിതമുണ്ടാകുമെന്നും കരുതിയ അവൾക്ക് കിട്ടിയത് അപമാനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും കൈപ്പേറിയ അനുഭവമായിരുന്നു. ഇരുട്ടിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ അവൾ വാ പൊത്തിപ്പിടിച്ചു. അപ്പുറത്ത് ദേഷ്യം കൊണ്ട് കാശി ഉറക്കം വരാതെ പല്ല് ഞെരിച്ചു കിടന്നു. രണ്ടുപേരും ഒരേ മുറിയിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കിടയിൽ ഒരു കടലിന്റെ ദൂരമുണ്ടായിരുന്നു. താൻ എന്തിനാണ് ഈ ജീവിതത്തിലേക്ക് വന്നതെന്ന് ഭദ്ര ആ രാത്രിയിൽ 100 വട്ടം ആലോചിച്ചു. പക്ഷേ മറുപടിയായി ഇടിയുടെ മുഴക്കം പോലെ കാശിയുടെ കടുപ്പമേറിയ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആദ്യ രാത്രിയിലെ ദേഷ്യം കാരണവും ഉറക്കമില്ലാത്തതുകൊണ്ടും കാശി ഉണർന്നപ്പോൾ സമയം കുറെ വൈകിയിരുന്നു. തലേ ദിവസം രാത്രിയിലെ ദേഷ്യം ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. ദേഷ്യം കാരണം മുറിയിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പിൽ അവന്റെ ശരീരം അപ്പോഴും ചൂട് തന്നെയായിരുന്നു. ജനാലയിലൂടെ വരുന്ന വെയിൽ കണ്ണിലടിച്ചപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. മുറി വൃത്തിയായി കിടക്കുന്നു. ഭദ്ര അവിടെയില്ല. അവൾ എപ്പോഴോ എഴുന്നേറ്റ് പോയിരിക്കുന്നു. കട്ടിലിന്റെ ഒരു വശത്ത് അവൾ വിരിച്ച പുതപ്പ് മടക്കി വെച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞു എന്നതിന് മുറിയിലെ മുല്ലപ്പൂക്കളുടെ വാടിയ മണം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കാശി ദേഷ്യത്തോടെ ആ മുല്ലപ്പൂക്കൾ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. ആ വലിയ തറവാട്ടിൽ അമ്മ മരിച്ചതിനു ശേഷം രാവിലകളിൽ വലിയ നിശബ്ദതയാണ് ഉണ്ടാകാറുള്ളത്. അച്ഛൻ പത്രവുമായി ഉമ്മറത്തിരിക്കും. ജോലിക്കാർ പണിയിലായിരിക്കും. എന്നാൽ അന്ന് പടികൾ ഇറങ്ങുമ്പോൾ തന്നെ താഴെ നിന്ന് സംസാരവും ചിരിയും പാത്രങ്ങൾ തട്ടുന്ന ശബ്ദവും കേൾക്കാം. കാശി പതുക്കെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടുപോയി. തന്റെ അച്ഛൻ മാധവൻ നായർ ഒരു ചെറിയ മരക്കസേരയിലിരുന്ന് ആവേശത്തോടെ തേങ്ങ ചിരകുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് കുറെ കാലത്തിന് ശേഷം നല്ലൊരു സന്തോഷം കാണാനുണ്ട്. അടുപ്പിനടുത്ത് ഭദ്രയാണുള്ളത്. അവൾ ദോശ ഉണ്ടാക്കുകയാണ്. അടുക്കളയിലെ ചൂടിൽ അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. അവൾ ഇടയ്ക്കിടെ അച്ഛനെ നോക്കി ചിരിക്കുന്നുണ്ട്. ദാ ഇത്രയും മതിയോ മോളെ? മാധവൻ നായർ ചിരകിയ തേങ്ങ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. മതി അച്ഛാ, ഇത്രയും ധാരാളമാണ്. അച്ഛൻ എന്തിനായി കഷ്ടപ്പെടുന്നത്? ഞാൻ ചെയ്തോളില്ലേ? ഭദ്ര ദോശ മറിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല മോളെ. കുറെ കാലമായില്ലേ ഈ അടുക്കളയിൽ ഇങ്ങനെ ഒരാള് വന്നിട്ട്. കാശിയുടെ അമ്മ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഈ അടുക്കളയ്ക്ക് ഒരു മടുപ്പായിരുന്നു. ഇന്ന് നീ വന്നപ്പോൾ ഇതിനൊരു ജീവൻ വന്നതുപോലെ തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. ഭദ്ര പതുക്കെ ചമ്മന്തി അരയ്ക്കാനായി മിക്സിയുടെ അടുത്തേക്ക് നീങ്ങി. അച്ഛന് ചായ എടുക്കട്ടെ? അവൾ ചോദിച്ചു. ചായ പിന്നെ മതി. ആദ്യം നീ ഇത് കഴിക്ക്. രാവിലെ തൊട്ട് നീ ഓരോന്ന് ചെയ്യുകയല്ലേ. നീ എന്റെ മോളെ പോലെയാണ് ഈ വീട്ടിലിരിക്കേണ്ടത്. മാധവൻ നായർ അവളുടെ തലയിൽ പതുക്കെ തലോടി. വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന കാശിക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു. തന്റെ അച്ഛൻ ഒരു കാര്യസ്ഥന്റെ മോൾക്ക് മുന്നിൽ ഇത്രയേറെ മാറുന്നത് അവന് സഹിക്കാനായില്ല. അവൻ പതുക്കെ അകത്തേക്ക് കയറി. അവന്റെ കാലൊച്ച കേട്ടതും രണ്ടുപേരും അവനെ തിരിഞ്ഞു നോക്കി. ഓ, നമ്മുടെ രാജകുമാരൻ എഴുന്നേറ്റ് വന്നോ? മാധവൻ നായർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്ര ഉണ്ടാക്കിയ ദോശയുടെ മണം അങ്ങ് മുകളിലെത്തിയോ? നീ ആ ചമ്മന്തി ഒന്ന് നോക്കിയേ, നല്ല രുചിയാണിതിന്. കാശി അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഭദ്ര പതുക്കെ ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള ചായയുമായി അവന്റെ അരികിലേക്ക് ചെന്നു. തലേ ദിവസം രാത്രിയിലെ അവന്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ നോക്കാൻ പേടിയായിരുന്നു. ദാ ഏട്ടാ ചായ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കാശി ആ ഗ്ലാസ് വാങ്ങി. അവൻ അറിയാതെ അവളുടെ വിരലുകൾ അവന്റെ കയ്യിൽ ഒന്ന് സ്പർശിച്ചു. പെട്ടെന്ന് അവൻ കൈ മാറ്റി. ഇതിൽ പഞ്ചസാര കുറവാണല്ലോ, നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ? അവൻ പരുഷമായി ചോദിച്ചു. ഭദ്രയുടെ മുഖം അപ്പോൾ വാടി. ഞാൻ നോക്കിയിട്ടതാണ് ഏട്ടാ, വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം, അവൾ പറഞ്ഞു. വേണ്ട, നിന്റെ ഉപകാരം എനിക്ക് വേണ്ട. അവൻ ഗ്ലാസ് അവിടെ വലിയ ശബ്ദത്തോടെ വെച്ചു. മാധവൻ നായർ അപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കാശി, നീ എന്തിനാണ് അവളോട് ഇങ്ങനെ ചൂടാകുന്നത്? പഞ്ചസാര കുറവാണെങ്കിൽ പതുക്കെ പറഞ്ഞൂടെ? അവള് നിന്റെ ഭാര്യയാണ്, അല്ലാതെ നിന്റെ ജോലിക്കാരിയല്ല. അച്ഛനൊന്നും മിണ്ടാതിരിക്കൂ. അച്ഛനെ ഇവള് പതുക്കെ കയ്യിലെടുത്തിട്ടുണ്ടാകും. വീടിന്റെ അന്തസ് കളയാനായിട്ട് ഓരോരുത്തർ വന്ന് കയറിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു, കാശി പറഞ്ഞു. അച്ഛന്റെ മുഖം അപ്പോൾ ചുവന്നു. അന്തസ് കളയാനോ? ദാസന്റെ മകൾ ഈ വീട്ടിൽ വന്നത് എനിക്ക് അന്തസ്സാണ്. നിനക്കതില്ലെങ്കിൽ എന്റെ കുഴപ്പമല്ല. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മോൾ അകത്തേക്ക് പൊയ്ക്കോ. അച്ഛൻ ഭദ്രയെ സമാധാനിപ്പിക്കുന്നത് കൂടി കണ്ടപ്പോൾ കാശിയുടെ ദേഷ്യം കൂടി. നീ ഇരുന്ന് ചായ കുടിക്ക്, അച്ഛൻ അപ്പോൾ അവനോട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. പിന്നിൽ നിന്ന് അച്ഛൻ അവനെ നോക്കി പറഞ്ഞു. നീ പൊയ്ക്കോ, പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ വീട്ടിലെ ഐശ്വര്യം ഇനി ഈ മോളാണ്. നിന്റെ ഭാഗ്യാടാ കാശി ഇവള്. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ കാശി കാറിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു.
കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഉമ്മറത്ത് നിൽക്കുന്ന ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പക്ഷേ അവൻ ഒരു സഹതാപവും തോന്നിയില്ല. അവളോടുള്ള ദേഷ്യം കൂടുകയായിരുന്നു. ഓരോ ദിവസവും മുന്നോട്ടു പോയി. അടുക്കളയിലും വീട്ടുജോലികളിലുമായി അവൾ ഒതുങ്ങിക്കൂടി. മാധവൻ നായർക്കൊഴികെ തറവാട്ടിലെ മറ്റുള്ളവർക്കെല്ലാം അവൾ ഇപ്പോഴും ആ പഴയ കാര്യസ്ഥന്റെ മകൾ മാത്രമായിരുന്നു. കാശിയുടെ ബന്ധുക്കൾക്കാർക്കും അവളോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാശിക്കാണെങ്കിൽ ഒട്ടുമില്ല. അവൻ എപ്പോഴും അവളെ കാണാത്ത ഭാവം നടിക്കും. അവന്റെ കൂട്ടുകാർ വരുമ്പോൾ അവൾ ഒന്ന് മുന്നിൽ ചെന്ന് പെട്ടുപോയാൽ അവന്റെ ദേഷ്യം നിയന്ത്രണം വിടും. എടി, നീ എന്റെ ഭാര്യയാണെന്ന് ആരും അറിയണ്ട. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെന്ന്. അത് നീ മറക്കരുത് എന്നവൻ ആക്രോശിക്കുമ്പോൾ ആ വലിയ മുറിയിലെ ഇരുട്ടിൽ അവൾ തളർന്നിരിക്കും. ഒരു ദിവസം രാത്രി മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടു. സാധാരണയായി കാശി വരുന്ന സമയമല്ല. ഭദ്ര പേടിയോടെ വാതിൽക്കൽ നോക്കി നിന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന കാശിയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം മുറിയിലാകെ പടർന്നു. കാശിയേട്ടാ, അവൾ പതുക്കെ അവന്റെ അരികിലേക്ക് ചെന്നു. അവൻ അപ്പോൾ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഓ, കാര്യസ്ഥന്റെ മോൾ ഉറങ്ങിയില്ലേ? എന്നെ മയക്കി എന്റെ സ്വത്ത് തട്ടിയെടുക്കാനാണോ നിന്റെയും നിന്റെ അച്ഛന്റെയും പ്ലാൻ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഞാൻ... അവൾ പറഞ്ഞു തീർക്കും മുൻപേ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മിണ്ടരുത്, നീയും ഒരു സാധാരണ പെണ്ണല്ലേ, നിനക്കും കാണില്ലേ ആഗ്രഹങ്ങൾ? ഇങ്ങോട്ട് വാടി. അവന്റെ വാക്കുകളിൽ ലഹരിയും ദേഷ്യവും കലർന്നിരുന്നു. അവൻ അവളെ കട്ടിലിലേക്ക് ബലമായി പിടിച്ചു നിർത്തി. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. വേണ്ട ഏട്ടാ, എന്നെ വിട്, എനിക്ക് പേടിയാകുന്നു. അവൾ അവനോട് കെഞ്ചി. പക്ഷേ അവന്റെ ചെവിയിൽ ആ യാചനകൾ എത്തിയില്ല. അവൻ അവളെ പിന്നിൽ നിന്ന് ചേർത്തു പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകളിലേക്ക് നീങ്ങി. ഓരോ ഹുക്കും അവൻ ബലമായി അയച്ചെടുക്കുമ്പോൾ ഭദ്രയുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും അവിടെ അറ്റുവീണു. ഭയവും നിസ്സഹായതയും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ തികച്ചും ഒറ്റപ്പെട്ടവളാണെന്ന് അവൾക്ക് തോന്നി. ആ രാത്രി അവളുടെ ശരീരത്തെ മാത്രമല്ല, അവളുടെ ആത്മാവിനെ പോലും കാശി മുറിപ്പെടുത്തി. അവന്റെ ചെയ്തികൾക്ക് മുൻപിൽ തളർച്ചയോടെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ആ രാത്രി പെയ്തൊയിഞ്ഞപ്പോൾ തറവാട് വലിയൊരു മൗനത്തിലായിരുന്നു. നേരം വെളുത്ത് സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറിയപ്പോഴാണ് കാശി പതുക്കെ കണ്ണു തുറന്നത്. തലയ്ക്കുള്ളിൽ 1000 ചെണ്ടകൾ കൊട്ടുന്നത് പോലെ ഒരു ഭാരം. മദ്യത്തിന്റെ ലഹരി പതുക്കെ വിട്ടുമാറുന്നതേയുള്ളൂ. അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. തലേ ദിവസം രാത്രി താൻ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അവൻ പതുക്കെ കട്ടിലിന്റെ മറുവശത്തേക്ക് നോക്കി. ഭദ്ര അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ സാധാരണ അവൾ ഈ നേരമാകുമ്പോഴേക്കും എഴുന്നേറ്റ് താഴെ പോകാറുള്ളതാണ്. ഇന്ന് അവൾ അനങ്ങുന്നില്ല. പുതപ്പിനുള്ളിൽ അവൾ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഭദ്രേ, അവൻ പതുക്കെ വിളിച്ചു. മറുപടിയായി അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു. മറുപടി ഒന്നുമില്ല. അവൻ അപ്പോൾ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവളുടെ തോളിൽ പതുക്കെ തട്ടി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. അവളുടെ വെള്ള വസ്ത്രത്തിൽ ചോരപ്പാടുകൾ പടർന്നിരിക്കുന്നു. ബെഡ്ഷീറ്റിലും ചോരത്തുള്ളികൾ വീണിട്ടുണ്ട്. പെട്ടെന്ന് അവൻ പുതപ്പ് മാറ്റി. അവളുടെ മുഖം കണ്ട കാശി ശരിക്കും ഭയന്നുപോയി. ചോരയോട്ടം നിലച്ചതുപോലെ വിളറി വെളുത്ത മുഖം. ശ്വാസമെടുക്കാൻ പോലും അവൾ കഷ്ടപ്പെടുന്നത് പോലെ തോന്നി. കാശിയുടെ നെഞ്ചിടിപ്പാകെ കൂടി. അവൻ വേഗം അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ഐസ് പോലെ തണുത്തിരിക്കുന്നു. ഭദ്ര, എഴുന്നേൽക്ക്, എന്തു പറ്റി ഭദ്രേ? അവൻ അവളെ കുലുക്കി വിളിച്ചു. അവൾ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് ഒന്ന് കണ്ണു തുറന്നു. പക്ഷേ അവൻ അഭിമുഖമായി നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ മരണാന്തമായ വേദനയും അതിലുപരി തന്റെ കഴുത്തിൽ താലി കെട്ടിയവനോടുള്ള ഭയവുമായിരുന്നു. സംസാരിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും നാവ് കുയഞ്ഞുപോയി. താൻ മദ്യലഹരിയിൽ കാണിച്ച ആ പരുക്കൻ പെരുമാറ്റമാണ് ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു വിറയൽ പടർന്നു. അവൻ ഒട്ടും വൈകിയില്ല. അവളെ വാരിയെടുത്ത് താഴെ കോടി. ഉമ്മറത്ത് അച്ഛനും ദാസേട്ടനും നിൽക്കുന്നത് അവൻ കണ്ടില്ല. എന്താടാ, എന്തുപറ്റി? അച്ഛന്റെ ചോദ്യങ്ങൾക്കും അവൻ മറുപടി നൽകിയില്ല. അവളെ കാറിന്റെ പിൻസീറ്റിൽ കിടത്തി അവൻ വേഗം ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഓരോ ട്രാഫിക് സിഗ്നലിലും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കരുതേ. ഒരു കാര്യസ്ഥന്റെ മോളെന്ന് പറഞ്ഞ് താൻ അപമാനിച്ച പെൺകുട്ടി ഇപ്പോൾ തന്റെ അരികിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നത് അവന് സഹിക്കാനായില്ല. കുറ്റബോധം കൊണ്ട് അവന്റെ ശ്വാസം മുട്ടുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നഴ്സുമാർ വന്ന് സ്ട്രക്ചറിൽ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഐസിയുവിന്റെ വാതിൽ അടഞ്ഞപ്പോൾ കാശിയ ഇടനാഴിയിൽ തകർന്നിരുന്നു. അവന്റെ കയ്യിലും വസ്ത്രത്തിലും അവളുടെ നേരിയ ചോരപ്പാടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണുംതോറും അവന് ഭ്രാന്തു പിടിക്കുന്നത് പോലെ തോന്നി. ഒരു ജീവന് മുൻപിൽ തന്റെ സ്റ്റാറ്റസും അഹങ്കാരവുമെല്ലാം വെറുതെയാണെന്ന് ആ ഹോസ്പിറ്റൽ വരാന്തയിൽ അവൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. കാശി ഓടിച്ചെന്ന് ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ അപ്പോൾ ഗൗരവത്തിൽ തന്റെ കണ്ണട ഊരിവെച്ചു. ഒരു നിമിഷം കാശിയെ രൂക്ഷമായി നോക്കി. നിങ്ങളെ പേരെന്താണെന്നാ പറഞ്ഞേ? ഡോക്ടർ അവനോട് ചോദിച്ചു.
കാശിനാഥൻ, അവൻ പറഞ്ഞു. മിസ്റ്റർ കാശിനാഥൻ, നിങ്ങൾ വിവരമുള്ള ഒരാളല്ലേ? പുതിയതായി വിവാഹം കഴിഞ്ഞവരാണെന്നറിയാം. പക്ഷേ ഇങ്ങനെയാണോ ഒരു പെണ്ണിനോട് പെരുമാറുന്നത്? അവളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല നിങ്ങൾ ആ രാത്രിയിൽ ചെയ്തത്. ഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ ആകാത്തത് ഭാഗ്യം. ഡോക്ടറുടെ സ്വരമുയർന്നു. ശാരീരിക ബന്ധം എന്നത് രണ്ടുപേർക്കും സന്തോഷം നൽകേണ്ട ഒന്നാണ്, അല്ലാതെ ഒരാളുടെ മാത്രം നിർബന്ധമോ താല്പര്യമോ അല്ല. ഇത്രയും പരുക്കനായ ഒരു മൃഗത്തെ പോലെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അവൾ വേദന കൊണ്ട് പിടയുമ്പോഴും നിങ്ങൾക്ക് ലഹരി മാത്രമായിരുന്നോ മനസ്സിൽ? കുറച്ചുകൂടി കരുതലും സ്നേഹവും കാണിക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? ഡോക്ടറുടെ ഓരോ വാക്കും കാശിയുടെ നെഞ്ചിൽ ആണി തറയ്ക്കുന്നത് പോലെ തോന്നി. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ അറിയാതെ, എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി, അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ക്ഷമ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാശിനാഥൻ. ശരീരത്തിലെ മുറിവ് മരുന്ന് വെച്ച് ഞാൻ മാറ്റാം. പക്ഷേ ആ പെൺകുട്ടിയുടെ മനസ്സിനുണ്ടായ മുറിവ്, അത് മാറാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ അവളോട് ചെയ്തത് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. മുറിവ് കുറച്ചു ദിവസം കഴിഞ്ഞ് മാറിക്കോളും. പക്ഷേ ഇനിമേലിൽ ഇങ്ങനെ ഉണ്ടാകരുത്. ബന്ധപ്പെടുമ്പോൾ പങ്കാളിയുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. അത് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും വേണ്ട കാര്യമാണ്. സൂക്ഷിക്കണം. ഡോക്ടർ തലയാട്ടിക്കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭദ്രയെ വാർഡിലേക്ക് മാറ്റി. അവൾ അവിടെ ട്രിപ്പിട്ട് കിടക്കുകയാണ്. കാശി പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. ജനാലയ്ക്കൽ അടിച്ചു കയറുന്ന വെളിച്ചത്തിൽ അവളുടെ ആ വിളറിയ മുഖം അവൻ നോക്കി നിന്നു. അവളുടെ കയ്യിൽ പതുക്കെ സ്പർശിച്ചപ്പോൾ കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അറിയാതെ കരഞ്ഞുപോയി. താൻ ഇത്രയും നീചമായി പെരുമാറിയല്ലോ എന്നോർത്തപ്പോൾ അവനോട് തന്നെ വെറുപ്പ് തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ ഭദ്ര പതുക്കെ കണ്ണു തുറന്നു. കാശി കരയുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിലും കണ്ണുനീർ തുള്ളികൾ പൊടിഞ്ഞു. പക്ഷേ ആ നോട്ടത്തിൽ പ്രണയമായിരുന്നില്ല. എന്തിനാണ് എന്നോടിങ്ങനെ ചെയ്തതേട്ടാ എന്നൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാശിക്ക് അവളോടൊന്നും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതല്ല ആ മുറിവെന്ന് അവൻ അറിയാമായിരുന്നു. അവനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. മരുന്നുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അവർ ഡിസ്ചാർജായി. തിരികെ തറവാട്ടിലെത്തിയപ്പോൾ കാശി അവളെ താങ്ങിയെടുത്ത് അകത്തേക്ക് കയറ്റി. ഉമ്മറത്ത് അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. കാശിയുടെ മുഖത്തെ ആ ഭാവമാറ്റം കണ്ട് അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും ഭദ്രയുടെ തളർന്ന രൂപം കണ്ട അദ്ദേഹം അവനോടൊന്നും ചോദിച്ചില്ല. അച്ഛനൊക്കെയാണെങ്കിലും ഏകദേശം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഊഹിക്കാമായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ കാശിയോട് ചോദിക്കുന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു നാണക്കേട് തോന്നിയതുകൊണ്ട് തന്നെ അവനോട് ചോദിക്കാൻ നിന്നില്ല. അച്ഛന്റെ മുന്നിലൊന്ന് വിളറിപ്പോയെങ്കിലും കാശി അതൊന്നും കാര്യമാക്കാതെ അവളെ കൊണ്ടുചെന്ന് റൂമിൽ കിടത്തി. അവളെ തന്റെ കയ്യിൽ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പഴയ അഹങ്കാരിയായ കാശി അവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവൻ അവൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ പതുക്കെ പടികൾ കയറി മുറിയിലെത്തി. വാതിൽ തുറന്നപ്പോൾ ആ മുറിയിൽ തലേ ദിവസത്തെ മദ്യത്തിന്റെ മണവും ആ കൈപ്പേറിയ ഓർമ്മകളും ബാക്കിയുണ്ടായിരുന്നു. കാശി അവളെ പതുക്കെ ജനാലയ്ക്കൽ കിടന്ന ആ വലിയ ചാരുകസേരയിലേക്ക് ഇരുത്തി. ഭദ്ര, നീ ഇവിടെ ഒന്ന് ഇരിക്കൂ. ദായി തലേണ പിന്നിൽ വെച്ചോളൂ. ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാം, അവൻ വളരെ മൃദുവായി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. ആ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ മുഖത്തെ വിളർച്ച അപ്പോഴും മാറിയിരുന്നില്ല. കാശി പതുക്കെ കട്ടിലിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവന്റെ ഉള്ളുലച്ചു. തലേ ദിവസത്തെ പിടിവലിക്കിടയിൽ വിരിപ്പുകളാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. വെളുത്ത ബെഡ്ഷീറ്റിൽ അവിടെയായി അവളുടെ ചോരപ്പാടുകൾ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. ആ ചോരപ്പാടുകൾ കാണും തോറും കാശിയുടെ ഉള്ളിൽ ഒരാണി തറയ്ക്കുന്നത് പോലെ തോന്നി. ഞാൻ കാരണമാണ് അവൾക്കിത് സംഭവിച്ചത്, അവൻ തന്നെത്താൻ പറഞ്ഞു. ആ അസ്വസ്ഥമായ അന്തരീക്ഷത്തിനിടയിലാണ് വാതിൽക്കൽ ഒരു നിഴൽ കണ്ടത്. കാശി തിരിഞ്ഞു നോക്കി. അത് കാര്യസ്ഥൻ ദാസേട്ടനായിരുന്നു. തന്റെ മോൾക്ക് സുഖമില്ലെന്ന് കേട്ട് ആദ്യ പിടിച്ച് ഓടി വന്ന ഒരച്ഛൻ. ദാസേട്ടൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കസേരയിൽ തളർന്നു കിടക്കുന്ന ഭദ്രയെ കണ്ടപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. കാശി ഒന്നും മിണ്ടാതെ ഒന്ന് മാറി നിന്നു. ദാസേട്ടൻ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ നെറ്റിയിൽ തലോടി. മോളെ ഭദ്രേ, അദ്ദേഹം വിതുമ്പിക്കൊണ്ട് വിളിച്ചു. ഭദ്ര പതുക്കെ കണ്ണു തുറന്നു. തന്റെ അച്ഛനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം അടക്കാനായില്ല. അവൾ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ദാസേട്ടന്റെ നോട്ടം പതുക്കെ മുറിയിലെ ആ അലങ്കോലപ്പെട്ട അവസ്ഥയിലേക്കും കാശി മടക്കി വെച്ചിരിക്കുന്ന ആ ചോരപ്പാടുള്ള ബെഡ്ഷീറ്റിലേക്കും നീണ്ടു. വർഷങ്ങളായ തറവാട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ദാസേട്ടന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. താൻ ദൈവത്തെപ്പോലെ കണ്ട മാധവൻ നായരുടെ മോൻ തന്റെ മോളോട് ക്രൂരതയാണ് കാണിച്ചതെന്ന് ആ അച്ഛന്റെ മനസ്സ് മന്ത്രിച്ചു. അദ്ദേഹം കാശിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് എന്റെ മോളോട് നീ എന്തിനാണിത് ചെയ്തത് എന്ന വലിയൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാശി തല താഴ്ത്തി നിന്നു. ആ പാവം മനുഷ്യന്റെ നോട്ടം നേരിടാൻ അവന് കഴിഞ്ഞില്ല. ദാസേട്ടൻ അവളോടൊന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ അവൾക്കത് കൂടുതൽ വേദനയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി പതുക്കെ തലോടിയിട്ട് അദ്ദേഹം എഴുന്നേറ്റു. വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ ദാസേട്ടൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ അദ്ദേഹം തന്റെ തോർത്തുകൊണ്ട് വായി പൊത്തിപ്പിടിച്ചു. തന്റെ മോളെ ഈ വലിയ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ചത് അവളുടെ നല്ല ജീവിതത്തിനാണെന്ന് കരുതിയ ആ അച്ഛന്റെ തകർച്ച കാശി നോക്കി നിന്നു. ദാസേട്ടൻ പടികളിറങ്ങി മുറ്റത്തേക്ക് പോകുന്നത് ജനാലയിലൂടെ കാശി കണ്ടു. മുറ്റത്തെ ആ വലിയ മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഒന്നു നിന്നു. ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി ഏങ്ങലടിച്ചു. ആ കാഴ്ച കാശിയുടെ നെഞ്ചിൽ ആഞ്ഞു തറച്ചു. താൻ തകർത്തത് ഭദ്രയെ മാത്രമല്ല, ഒരു പാവം മനുഷ്യന്റെ പ്രതീക്ഷകളെ കൂടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം കാശിയുടെ ഉള്ളിലെ അവസാനത്തെ അഹങ്കാരവും ഇല്ലാതായി. താൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്നറിയാതെ അവൻ ആ മുറിയിൽ തകർന്നു നിന്നു. കാശിക്ക് ഭദ്രയുടെ മുഖത്തു പോലും നോക്കാനാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വേഗത്തിൽ ചെന്ന് ആ ബെഡ്ഷീറ്റിന്റെ അറ്റങ്ങൾ ഓരോന്നായി പിടിച്ചു വലിച്ചു. അത് മടക്കുമ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ഷീറ്റ് വേഗം വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റി. അവളുടെ വേദനയുടെ അടയാളങ്ങൾ അവിടെ ഉണ്ടാകാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ അലമാര തുറന്ന് പുതിയൊരു വെളുത്ത വിരിപ്പെടുത്തു. അത് കട്ടിലിൽ വിരിക്കുമ്പോൾ അവൻ ഓരോ ചുളിവുകളും കൈകൊണ്ട് തടവി നിവർത്തി. മുറിയിലെ ആ പഴയ മദ്യക്കുപ്പിയും ഗ്ലാസും അവൻ വേഗം എടുത്തു മാറ്റുകയും മുറിയിലാകെ ഒരു സ്പ്രേ അടിക്കുകയും ചെയ്തു. ആ മുറിയെ പഴയതുപോലെ ശാന്തമാക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു. എല്ലാം ശരിയാക്കിയ ശേഷം അവൻ ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഭദ്രേ, കട്ടിലിൽ പോയി കിടന്നോളൂ, ഞാൻ സഹായിക്കാം. അവൾ അപ്പോൾ പതുക്കെ കണ്ണു തുറന്നു. കാശി അവളെ താങ്ങി പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി. അവനോടൊന്നും മിണ്ടാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി തലയിണയിൽ പടർന്നു. സാരമില്ല, ഈ ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് ഓർക്കണ്ട. ഭദ്ര അവന്റെ മുഖത്ത് നോക്കാതെ സങ്കടത്തെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ അത് പറയുന്നത് കേട്ടപ്പോൾ കാശിയുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞുപോയി. എന്തു പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അല്പനേരം അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റുവീഴുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ തുള്ളികൾ വന്നു പതിക്കുന്നത് അവന്റെ നെഞ്ചിലാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അവളോടൊന്നും പറഞ്ഞില്ല. കാശി മെല്ലെ ആ മുറിയിലെ ലൈറ്റുകൾ അണച്ചു. ജനാലയിലൂടെ വരുന്ന നേർത്ത നിലാവിൽ അവൾ ഉറങ്ങുന്നത് അവൻ നോക്കി നിന്നു. തന്റെ അഹങ്കാരവും ദേഷ്യവും കൊണ്ട് താൻ തകർത്തത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് അവനെ ആ രാത്രിയിൽ ഉറങ്ങാൻ അനുവദിച്ചില്ല. എന്തോ അവളോട് മിണ്ടാനും അടുക്കാനും ഒക്കെ അവനൊരു മടിയുണ്ടായിരുന്നു. എങ്കിലും അവൻ അവൾ അറിയാതെ അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെയ്തുപോയ തെറ്റിന്റെ കുറ്റബോധം അവനെ ഏറെ അലട്ടുന്നുമുണ്ടായിരുന്നു. പിറ്റേന്നു മുതൽ അച്ഛനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ ചായ കൊണ്ടു കൊടുക്കുമ്പോൾ അച്ഛൻ അവളോടൊന്ന് ചിരിച്ചു. അവൾ തിരിച്ചും ചിരിച്ചു. മോൾ ഇന്നലെ തല കറങ്ങി വീണല്ലേ? അവനോട് ചോദിച്ചാൽ അവൻ ഒന്നും പറയില്ല. അതാ ചോദിക്കാതിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ അവളോട് ചോദിച്ചു. ഇല്ലച്ചാ, ഭേദണ്ട്. പെട്ടെന്ന് എന്തോ ഒരു വയ്യായിക. അവൾ പതിയെ ഒഴിഞ്ഞു മാറാനായി പറഞ്ഞു. സാരമില്ല, ഒക്കെ റെഡി ആയിക്കോളും. അച്ഛൻ അവളെ സമാധാനപ്പെടുത്തി. ദിവസങ്ങൾ മുന്നോട്ടു പോയി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആകാശത്ത് വെയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും തറവാടിനുള്ളിൽ ഒരു തരം മൂകതയുണ്ടായിരുന്നു. മനസ്സിലേറെ വിഷമവും സങ്കടവും ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പോരണമെന്നുണ്ടായിരുന്നു ഭദ്രയ്ക്ക്. അവൾ രാവിലെ തന്നെ കുളിച്ച് ഈറൻ മാറി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവൾ പുറത്തേക്കധികം ഇറങ്ങാറില്ല. കാശി മുറിയിലുണ്ടായിരുന്നു. അവൾ ഇറങ്ങുന്നത് കണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും അവളുടെ ഓരോ ചലനവും അവൻ ജനാലയ്ക്കൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭദ്ര അമ്പലത്തിൽ പോയി തൊയ്തു മടങ്ങുകയായിരുന്നു. വരുന്ന വഴിക്കൊരു കവലയിലെത്തിയപ്പോൾ അവിടെ പതിവ് പോലെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ചായക്കടയുടെ മുന്നിലെ ബെഞ്ചിൽ കാശിയുടെ സുഹൃത്തുക്കളായ ആനന്ദും പ്രസാദും ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാശി മദ്യലഹരിയിൽ അവരോട് ഭദ്രയെ പറ്റി പറഞ്ഞിരുന്നു. അവളെ കാണുമ്പോൾ തന്നെ അവന് ദേഷ്യം വരുമെന്നും അച്ഛന്റെ വാശിക്ക് കെട്ടിയതാണെന്നും തനിക്ക് അവളോട് യാതൊരു താല്പര്യമില്ലെന്നുമൊക്കെ അവൻ അവരോട് പറഞ്ഞിരുന്നു. ഭർത്താവിന് പോലും വിലയില്ലാത്ത ആ പെണ്ണിനെ എന്തുമാകാം എന്നൊരു ധൈര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഭദ്ര ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആനന്ദ് ഒന്ന് ചിരിച്ചു. ഡാ നോക്കിയേ, കാശിയുടെ ആ ഐശ്വര്യം വരുന്നുണ്ട്. അവൻ പ്രസാദിനെ തോണ്ടി. ഭദ്ര നടന്നടുത്തേക്ക് വന്നപ്പോൾ അവർ വഴി തടഞ്ഞു നിന്നു. അവൾ ഭയത്തോടെ തല താഴ്ത്തി നടക്കാൻ നോക്കി. പക്ഷേ പ്രസാദ് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. എന്താ ഭദ്രേ, അമ്പലത്തിൽ പോയി വരികയാണോ? ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? കാശി വീട്ടിലില്ലേ? പ്രസാദ് ഒരുമാതിരി നോട്ടത്തോടെ ചോദിച്ചു. ഭദ്ര ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഞാൻ പോട്ടെ, എനിക്ക് വീട്ടിൽ പോണം. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓ, ഇപ്പൊ കാശിയുടെ ഭാര്യ ആയപ്പോൾ ഭയങ്കര ചാടയാണല്ലോ. പക്ഷെ നിന്റെ ഏട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ നിന്നെ അവനത്ര താല്പര്യമില്ലെന്ന്.
അവന് വേണ്ടെങ്കിൽ പറയണ്ടേ മോളെ, ഞങ്ങള് നിന്നെ നോക്കിക്കോളില്ലേ? ആനന്ദ് അവളുടെ തോളിൽ കൈവെക്കാൻ ആഞ്ഞു. ഭദ്ര വിറച്ചുപോയി. അവരുടെ ചിരിയിലും സംസാരത്തിലും അത്രയേറെ മോശഭാവം കലർന്നിരുന്നു. അവൾ സർവ്വശക്തിയും എടുത്ത് അവരെ തള്ളി മാറ്റി അവിടുന്ന് ഓടി. പിന്നിൽ നിന്ന് അവരുടെ പരിഹാസച്ചിരി കവലയാകെ മുഴങ്ങുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. തറവാട്ടുമുറ്റത്തെത്തിയപ്പോൾ കാശി കാർ കഴുകുകയായിരുന്നു. പെട്ടെന്നാണ് ഓടിക്കിതച്ചു വരുന്ന ഭദ്രയെ അവൻ കണ്ടത്. അവളുടെ മുടി അയിഞ്ഞുലഞ്ഞിരുന്നു. മുഖമാകെ വിളറി വെളുത്ത് കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു. എന്താ ഭദ്രേ, എന്തുപറ്റി? കാശി കയ്യിലിരുന്ന തുണി താഴെയിട്ട് ഓടിച്ചെന്ന് അവളുടെ തോളിൽ പിടിച്ചു. അവൾ അപ്പോൾ കാശിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കാശി സ്തംഭിച്ചുപോയി. ആദ്യമായാണ് അവൾ തന്നോട് ഇത്രയേറെ ചേർന്ന് നിൽക്കുന്നത്. എന്താ ഉണ്ടായതെന്ന് പറയ്, അവൻ ആകുലതയോടെ ചോദിച്ചു. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. കാശിയേട്ടന്റെ കൂട്ടുകാര് അവര് കവലയിൽ വെച്ച് എന്നോട് മോശമായി സംസാരിച്ചു. എന്നെ തൊടാൻ വന്നു. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ തറയിലിരുന്ന് തേങ്ങി. കാശിയുടെ ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ചുവന്നു. താൻ അവളോട് കാണിച്ച അവഗണനയും പുച്ഛവുമാണ് ഈ തെണ്ടികൾക്ക് അവളെ അപമാനിക്കാൻ ധൈര്യം നൽകിയതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്റെ ഭാര്യയെ, ഈ തറവാട്ടിലെ പെണ്ണിനെ തൊടാൻ മാത്രം ധൈര്യം അവർക്കോ? അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു. നീ അകത്തേക്ക് പോ ഭദ്രേ, അകത്തു പോയിരിക്കി, അവൻ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു. അവൻ ഒട്ടും വൈകിയില്ല. കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോലും നിൽക്കാതെ അവൻ കവലയിലേക്ക് പാഞ്ഞു. അവിടെ ചിരിച്ചു കളിച്ച് അടുത്ത ചായയ്ക്ക് ഓർഡർ നൽകി നിൽക്കുകയായിരുന്നു ആനന്ദും പ്രസാദും. കാശി വരുന്നത് കണ്ടപ്പോൾ അവർ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്താടാ കാശി, ഇത്ര ഗൗരവം? കാശി മറുപടി പറഞ്ഞില്ല. അവൻ നേരെ ആനന്ദിന്റെ കോളറിൽ പിടിച്ച് ഒറ്റയിടി. ആനന്ദ് തെറിച്ചു വീണു. ചായക്കടയിലുണ്ടായിരുന്നവർ അന്തം വിട്ടുപോയി. ഡാ കാശി, നീ എന്തായി കാണിക്കുന്നത്? പ്രസാദ് തടയാൻ വന്നതും കാശി അവന്റെ കൈത്തിന് പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി. എന്റെ പെണ്ണിനെ പറ്റി പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടടാ? കാശി അലറി. നിന്നെയൊക്കെ കൂട്ടുകാരനെന്ന് വിളിച്ച് കൂടെ നിർത്തിയത് എന്റെ തെറ്റാണ്. പക്ഷേ ഇനി ഒരു വട്ടം കൂടി അവളുടെ പേര് നിന്റെയൊക്കെ ആ വൃത്തികെട്ട നാവീന്ന് വന്നാൽ കാശി ആരാണെന്ന് നീ അറിയും. ജീവനോടെ ഉണ്ടാവില്ല നീ ഒന്നും. അവൻ അവരെ രണ്ടിനെയും അവിടെയിട്ട് തല്ലി ചതച്ചു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്ക് നടന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ തമ്മിൽ തല്ലി തീർത്തു. കാശിയുടെ ആ രൗദ്രഭാവം കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. 30 വർഷമായി ആരും കാണാത്ത കാശിയുടെ മറ്റൊരു മുഖമായിരുന്നു അത്. അതും പറഞ്ഞ് അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ അവന്റെ ശ്വാസം വേഗത്തിലായിരുന്നു. ദേഷ്യം കൊണ്ട് അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരുടെ മുഖത്ത് ആഞ്ഞടിച്ചപ്പോൾ തന്റെ വിരലുകൾക്കും പരിക്കേറ്റ കാര്യം അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വിരലുകളിലെ തൊലി ഉരഞ്ഞു പോയിട്ടുണ്ട്. അതിനിടയിലൂടെ ചോര പൊടിഞ്ഞ് താഴേക്കിറ്റു വീഴുന്നുണ്ടായിരുന്നു. അവൻ നേരെ തറവാട്ടിലേക്ക് കയറി മുറിയിൽ ചെന്നിരുന്നു. അവനെ കണ്ടതും മുറിയുടെ മൂലയിൽ ഇരുന്നിരുന്ന ഭദ്ര വേഗം എഴുന്നേറ്റു. അവളുടെ കരച്ചിൽ അപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നു. കാശി ദേഷ്യത്തോടെ ഇരിക്കുന്നത് കണ്ട് അവൾ ആദ്യം ഒന്ന് മടിച്ചു. പക്ഷേ അവന്റെ കയ്യിലെ ചോര കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ വേഗം പുറത്തേക്ക് പോയി ഒരു ചെറിയ പാത്രത്തിൽ ഇളം ചൂടുവെള്ളവും ഡെറ്റോളും മരുന്നും പഞ്ഞിയുമായി തിരിച്ചു വന്നു. കാശി കണ്ണുകൾ അടച്ച് തല പുറകോട്ട് ചായ്ച്ചു കിടക്കുകയായിരുന്നു. ഭദ്ര പതുക്കെ അവന്റെ അരികിൽ തറയിലിരുന്നു. അവൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി. അവൾ ഒന്നും മിണ്ടിയില്ല. അവന്റെ ആ വലിയ കൈ പതുക്കെ അവളുടെ 2 കൈവെള്ളയിലേക്കുമായി എടുത്തു. കാശി അത് തടയാൻ പോയില്ല. അവളുടെ വിരലുകളുടെ സ്പർശനത്തിന് ഒരു പ്രത്യേക തണുപ്പുള്ളതുപോലെ അവന് തോന്നി. ചൂടുവെള്ളത്തിൽ മുക്കിയ പഞ്ഞി കൊണ്ട് അവൾ ഓരോ മുറിവും വളരെ ശ്രദ്ധയോടെ തുടയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വേദന കൊണ്ട് കാശി അറിയാതെ കൈയൊന്ന് പിൻവലിച്ചു. വേദനിക്കുന്നുണ്ടോ ഏട്ടാ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ശരിയാകും, അവൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വേദന കുറയ്ക്കാൻ അവൾ ആ മുറിവിലേക്ക് പതുക്കെ ഊതിക്കൊണ്ടിരുന്നു. ആ ഇളം കാറ്റ് മുറിവിൽ തട്ടിയപ്പോൾ കാശിയുടെ ഉള്ളിലെ ദേഷ്യം പൂർണ്ണമായും അലിഞ്ഞുപോയി. പെട്ടെന്നാണ് കാശി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൾ അവന്റെ കൈ സ്വന്തം നെഞ്ചോട് ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. അവന്റെ വിരലുകളിൽ നിന്ന് പടർന്ന ചോര അവളുടെ വില കുറഞ്ഞ ആ പരുത്തി സാരിയിലേക്കും ബ്ലൗസിലേക്കും പടർന്നിരിക്കുന്നു. ആ വെളുത്ത സാരിയിൽ അവന്റെ ചോരപ്പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നു. അവളുടെ ഹൃദയമിടിപ്പിന്റെ താളത്തിനൊപ്പം ആ ചോരപ്പാടുകൾ അനങ്ങുന്നത് അവൻ കണ്ടു. മുൻപൊരിക്കൽ ഇതേപോലെ അവളുടെ ദേഹത്ത് ചോര കണ്ടപ്പോൾ അവൻ ഭയന്നു പോയതായിരുന്നു. പക്ഷേ ഇന്ന് ആ ചോരപ്പാടുകൾ കണ്ടപ്പോൾ അവന് ഭയമല്ല, മറിച്ച് വലിയൊരു വേദനയാണ് തോന്നിയത്. ഭദ്രെ നോക്ക്, നിന്റെ ഡ്രസ്സിലൊക്കെ ചോരയാവുന്നു. പുതിയ സാരിയല്ലേ, ഇത് വൃത്തികേടായില്ലേ? കാശി വളരെ പതുക്കെ ആർദ്രമായി ചോദിച്ചു. ഭദ്ര പതുക്കെ താഴേക്ക് നോക്കി. സ്വന്തം സാരിയിൽ അവന്റെ ചോര പടർന്നിരിക്കുന്നത് കണ്ടിട്ടും അവൾക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. അവൾ അവനെ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. അവളുടെ ആ ചിരിയിൽ പഴയ സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും സാരമില്ല ഏട്ടാ, ഇത് കഴുകിയാൽ പോകുന്നതല്ലേ ഉള്ളൂ. ഏട്ടന്റെ ഈ മുറിവ് മാറുന്നതല്ലേ എനിക്ക് വലുത്. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തതല്ലേ, ഇപ്പൊ ചെയ്തത് ചെയ്തു, ഇനി ഇങ്ങനെ വഴക്കുണ്ടാക്കരുതിട്ടോ, അവൾ ലളിതമായി പറഞ്ഞു. പിന്നെ എന്റെ ഭാര്യയെ പറഞ്ഞാൽ ഞാൻ അവരെ ഉപദ്രവിക്കാതെ?
ഇനി പറയാൻ അവന്മാർക്ക് നാവ് പൊങ്ങില്ല, കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ, കാശി പറഞ്ഞു. ഭദ്ര അപ്പോൾ അവന്റെ കണ്ണിലേക്കൊന്നു നോക്കി. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഏട്ടന്റെ ഈ മുറിവ് കാണുമ്പോൾ. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാശിയുടെ ഉള്ളിൽ അപ്പോൾ എന്തോ ഒന്ന് തകരുന്നത് പോലെ തോന്നി. ഇത്രയും കാലം താൻ ആവുന്നത്ര ഉപദ്രവിച്ചു, ഒരു വേലക്കാരിയെപ്പോലെ കണ്ടു, മോശമായി പെരുമാറി. എന്നിട്ടും തനിക്കൊരു ചെറിയ മുറിവേറ്റപ്പോൾ അവള് കാണിക്കുന്ന ഈ കരുതൽ. അവൻ അറിയാതെ ഇടത് കൈകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൈവച്ചു, മുടിയിലൂടെ പതുക്കെ തലോടി. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹിച്ചല്ലേ ഭദ്ര? അന്ന് രാത്രി ഞാൻ നിന്നോട് ചെയ്തത് അതൊന്നും എനിക്ക് മായ്ക്കാൻ പറ്റില്ല. പക്ഷേ അവന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിർത്തി. ഭദ്ര മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ അവന്റെ കയ്യിൽ മരുന്ന് പുരട്ടി പതുക്കെ കെട്ടിവെച്ചു. ആ മുറിയിൽ അപ്പോൾ വലിയ നിശബ്ദതയായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്കൊരു സുഖമുണ്ടായിരുന്നു. പരസ്പരം വാക്കുകൾ കൊണ്ടല്ലെങ്കിലും അവർ ഉള്ളു തുറന്ന് സംസാരിക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം തേടി നടന്ന സ്നേഹം തന്റെ കൂടെ തന്നെയുള്ള ഈ പെണ്ണാണെന്ന് കാശി ആദ്യമായി തിരിച്ചറിഞ്ഞു. കാര്യസ്ഥന്റെ മകളെന്ന ആ മതിൽ അവന്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി തകർന്നു വീണു. അന്ന് പകൽ നടന്ന കാര്യങ്ങളുടെ ക്ഷീണത്തിലും മനസ്സിലെ ഭാരത്തിലും അവർ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. കാശിയുടെ കയ്യിലെ മുറിവ് ഭദ്ര മരുന്ന് വെച്ച് കെട്ടിയിരുന്നെങ്കിലും അതിലൊരു വിങ്ങൽ അവനുണ്ടായിരുന്നു. പതിവ് പോലെ കാശി സോഫയിലും ഭദ്ര കട്ടിലിലുമാണ് കിടന്നത്. മുറിയിൽ നേർത്തൊരു നൈറ്റ് ലാമ്പ് മാത്രം കത്തുന്നു. പുറത്ത് സന്ധ്യ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴ രാത്രിയായപ്പോഴേക്കും ഒരു പേമാരിയായി മാറിയിരുന്നു. ജനാലച്ചില്ലുകളിൽ കാറ്റടിച്ചു കൊള്ളുന്ന മഴത്തുള്ളികളുടെ ശബ്ദം മുറിക്കുള്ളിൽ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. പെട്ടെന്നാണ് ആകാശം പൊട്ടിപ്പിളരുന്നത് പോലെ ഭയങ്കരമായ ഒരു ഇടിമുഴക്കമുണ്ടായത്. ആ വലിയ തറവാടാകെ ഒന്ന് കുലുങ്ങിയതുപോലെ തോന്നി. സോഫയിൽ കിടന്ന കാശി ഞെട്ടി എഴുന്നേറ്റു. അപ്പോഴാണ് കട്ടിലിന്റെ ഭാഗത്തു നിന്ന് വല്ലാത്തൊരു തേങ്ങൽ അവൻ കേട്ടത്. ഒരു ചെറിയ കുട്ടിയെ പോലെ ആരോ ശ്വാസം മുട്ടി കരയുന്ന ശബ്ദം. കാശി വേഗം ഫോണിന്റെ ടോർച്ച് തെളിച്ചു നോക്കി. കട്ടിലിൽ ഭദ്ര പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണ ഇടിമുഴങ്ങുമ്പോഴും അവൾ ചെവികൾ രണ്ടും മുറുകെ പൊത്തിപ്പിടിച്ച് അമ്മേ എന്ന് വിളിച്ച് വിങ്ങി കരയുന്നു. കാശി വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. ഭദ്ര, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാനിവിടെ ഇല്ലേ? അവൻ അവളുടെ പുതപ്പ് പതുക്കെ മാറ്റി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടത് ഭയന്നു വിറച്ച ഭദ്രയെയാണ്. അവളുടെ മുഖമാകെ വിയർപ്പും കണ്ണുനീരും കൊണ്ട് നനഞ്ഞിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കാശിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവനെ വിട്ടുപോകാൻ അവൾക്ക് പേടിയുള്ളതുപോലെയായിരുന്നു ആ പിടി. ഏട്ടാ, എന്റെ അമ്മ പോയതും ഇങ്ങനെ ഒരു രാത്രിയിലായിരുന്നു. എനിക്ക് പേടിയാകുന്നേട്ടാ. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി തേങ്ങി കരഞ്ഞു. കാശി അവളെ പതുക്കെ ചേർത്ത് പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ മുടിയിലൂടെ തലോടി. സാരമില്ല മോളെ, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. എന്താ ഉണ്ടായതെന്ന് പറ, മനസ്സ് തുറന്നാൽ ആ പേടി മാറും. അവൻ വളരെ വാത്സല്യത്തോടെ പറഞ്ഞു. അവൾ തേങ്ങിക്കൊണ്ട് ആ പഴയ കഥ പറഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അച്ഛൻ പണിക്ക് പോയിരിക്കുകയായിരുന്നു. നല്ല മഴയുള്ള ഒരു വൈകുന്നേരം ഞാനും അമ്മയും കൂടി തൊഴുത്തിൽ പശുവിനെ കെട്ടാൻ പോയതായിരുന്നു. പെട്ടെന്ന് ആകാശമാകെ വെളുത്തു. ഒരു വലിയ മിന്നൽ പിണർ എന്റെ മുന്നിലേക്ക് വന്നു വീണു. കണ്ണു തുറക്കുമ്പോൾ അമ്മ തറയിൽ കിടക്കുകയാണ്. മിന്നലേറ്റതായിരുന്നു. ഒന്നും മിണ്ടാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ല. എന്റെ മുന്നിൽ തന്നെ അമ്മ വീണുപോയി. ആ മഴയും ഇടിമുഴക്കവും ഇന്നും എനിക്ക് പേടിയാണേട്ടാ. ഈ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവളുടെ വാക്കുകൾ കേട്ട കാശിയുടെ ഉള്ളിൽ ഒരു നീറ്റലായിരുന്നു. ഇത്രയും വലിയൊരു സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് അവൾ ഈ തറവാട്ടിൽ കഴിഞ്ഞിരുന്നത്. താൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു, പരിഹസിച്ചു, കരയിപ്പിച്ചു. എന്നിട്ടും അവൾ ഇതെല്ലാം മിണ്ടാതെ സഹിച്ചു. ഒരു വലിയ തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ കാശി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഇനി ഒന്നും സംഭവിക്കില്ല ഭദ്ര, അമ്മ പോയെന്നേ ഉള്ളൂ. നിന്റെ എല്ലാമായി ഇനി ഞാനുണ്ടാകും. നിന്നെ നോക്കാനും നിന്റെ കൂടെ ഇരിക്കാനും എപ്പോഴും നിന്റെ കാശിയേട്ടൻ ഉണ്ടാകും. നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങും പോകില്ല. അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. ഭദ്ര പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ പേടിയായിരുന്നില്ല, പകരം ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ടായിരുന്നു. ആ തണുപ്പുള്ള രാത്രിയിൽ പുറത്തെ പേമാരിയേക്കാൾ വലിയൊരു ശക്തിയായി കാശിയുടെ ചേർത്തുപിടുത്തം അവൾക്ക് തോന്നി. താൻ സുരക്ഷിതയാണെന്ന് അവൾക്ക് ആദ്യമായി ബോധ്യപ്പെട്ട നിമിഷം അവർക്കിടയിലുണ്ടായിരുന്ന ആ വലിയ മഞ്ഞുരുകിപ്പോയിരുന്നു. പുറത്തു പെയ്തുകൊണ്ടിരുന്ന ആ പേമാരി പതുക്കെ ഒരു ചാറ്റൽ മഴയായി മാറിയിരുന്നു. ജനാലച്ചില്ലുകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളുടെ ശബ്ദത്തിന് അപ്പോൾ ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. കാശിയുടെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്ന ഭദ്രയുടെ വിറയൽ ഇപ്പോൾ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. അവന്റെ ഹൃദയമിടിപ്പിന്റെ താളം കേട്ടുകൊണ്ട് അവൾ അവിടെ ശാന്തമായി കിടന്നു. ഇത്രയും കാലം താൻ ആഗ്രഹിച്ച ആ സുരക്ഷിതത്വം ഈ കൈകൾക്കുള്ളിലാണെന്ന് അവൾ പതുക്കെ തിരിച്ചറിയുകയായിരുന്നു. കാശി അവളുടെ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു. അവൻ പതുക്കെ വിളിച്ചു, ഭദ്രേ. അവൾ മുഖമുയർത്തി അവനെ നോക്കി.
ആ നൈറ്റ് ലാമ്പിന്റെ നേർത്ത വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ പഴയ ആ ഭയമോ വിറയലോ ഉണ്ടോ എന്ന് കാശി സൂക്ഷിച്ചു നോക്കി. ഇല്ല, പകരം ഒരു പുതിയ വിശ്വാസമാണ് അവൻ അവിടെ കണ്ടത്. ആ നോട്ടം അവന് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. അവൻ പതുക്കെ അവളുടെ തോളിലേക്ക് വീണ് കിടന്ന വസ്ത്രം ഒന്ന് നീക്കി. എന്നിട്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് നിന്നെ വേദനിപ്പിക്കണമെന്നില്ല. നിന്റെ സമ്മതമില്ലാതെ ഇനി ഒന്നും ഈ മുറിയിൽ നടക്കില്ല. ഭദ്ര ഒന്നും മിണ്ടിയില്ല. വാക്കുകളേക്കാൾ വലിയൊരു മറുപടി അവൾ നൽകി. അവൾ കാശിയുടെ കൈകളിൽ തന്റെ കൈകൾ ചേർത്ത് മുറുകെ പിടിച്ചു. അത് അവളുടെ സമ്മതമായിരുന്നു. പണ്ട് മദ്യലഹരിയിൽ അവളുടെ കരച്ചിൽ കേൾക്കാതെ ബലമായി കീഴടക്കിയതുപോലെയല്ല ഇന്ന് അവൻ പെരുമാറുന്നത്. ഓരോ ചെറിയ ചലനത്തിലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ വസ്ത്രത്തിന്റെ കെട്ടുകൾ ഓരോന്നായി അയച്ചു. അവന്റെ വിരലുകൾ അവളുടെ ചർമ്മത്തിൽ തൊടുമ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചു. പഴയ ഓർമ്മകൾ ഒരു നിമിഷം അവളുടെ ഉള്ളിലൂടെ കടന്നുപോയിരിക്കാം. അത് മനസ്സിലാക്കിയതുപോലെ കാശി അവളെ വീണ്ടും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. സാരമില്ല, പേടിക്കണ്ട ഭദ്രേ, ഞാൻ കൂടെയുണ്ടല്ലോ. അവൻ അവളുടെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. ആ വാക്കുകൾ അവൾക്ക് വലിയൊരാശ്വാസമായിരുന്നു. ആ രാത്രിയിൽ മഴയുടെ തണുപ്പിലും ആ മുറിയിൽ സ്നേഹത്തിന്റെ ചൂട് പടർന്നു. അവളിലെ ഓരോ മാറ്റവും അറിഞ്ഞുകൊണ്ട് അവളുടെ അനുവാദത്തോടെയും ആഗ്രഹത്തോടെയും കാശി അവളെ സ്വന്തമാക്കി. അത് വെറും ഒരു ശാരീരിക ബന്ധമായിരുന്നില്ല, മറിച്ച് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള വലിയൊരു കൂടിച്ചേരലായിരുന്നു. പഴയ ആ കൈപ്പേറിയ രാത്രിയിലെ മുറിവുകൾക്ക് മേൽ സ്നേഹത്തിന്റെ മരുന്ന് പുരട്ടുന്നത് പോലെയായിരുന്നു ആ ഒത്തുചേരൽ. പരസ്പര വിശ്വാസത്തോടെ അവർ ഒന്നായപ്പോൾ ആ മുറിയിലെ ഇരുട്ടിന് പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പഴയ എല്ലാ വെറുപ്പും ദേഷ്യവും ആ മഴയോടൊപ്പം പെയ്തൊഴിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ ജനാലയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തി. കാശിയുടെ കൈകളെ തലയിണയാക്കി സമാധാനത്തോടെ ഉറങ്ങുന്ന ഭദ്രയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ജനാലയ്ക്കൽ വന്നിരുന്ന ഒരു കുഞ്ഞു കിളി ചിലച്ചപ്പോഴാണ് അവൾ പതുക്കെ കണ്ണു തുറന്നത്. തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. താൻ വെറുത്തുപോയ ആ തറവാടും ആ മുറിയും ഇന്ന് തന്റെ സ്വർഗമാണെന്ന് ഭദ്ര തിരിച്ചറിഞ്ഞു. വെറും ഒരു കാര്യസ്ഥന്റെ മകളിപ്പോൾ ആ തറവാട്ടിലെ മരുമകൾ മാത്രമല്ല, കാശിയുടെ പ്രാണനായി മാറിക്കഴിഞ്ഞിരുന്നു. സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കുന്ന, പ്രണയം കൊണ്ട് ജീവിതം മാറ്റി എഴുതുന്ന ഒരു പുതിയ പുലരിയിലേക്കാണ് അവർ രണ്ടുപേരും അന്നുണർന്നത്.